ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിന്റെ സൂപ്പർ ബാൻഡ് ത്രില്ലിംഗ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം അംഗീകരിച്ചില്ലെങ്കിലും വേദ അവന്റെ വീട്ടിൽ തന്നെയാണ്. പതിയെ പതിയെ വിക്രമും അവളുടെ സാമീപ്യം ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അതൊരിക്കലും അയാൾ വേദയോട് തുറന്നു പറയുന്നില്ല. ഒരു നേരം കണ്ടില്ലെങ്കിലും അയാൾക്ക് ചായയുമായി വരുന്ന അവളെ കണ്ടില്ലെങ്കിൽ അയാൾക്ക് വല്ലാത്തൊരു ആധിയാണ്. അവൾ തിരികെ പോയോ, അവൾക്ക് എന്താ പറ്റിയത്? അവന്റെ മനസ്സിങ്ങനെ അവളെ തിരിയും. ഇത് മനസ്സിലാക്കിയ കമല അവനോട് പറയുന്നുണ്ട്, നീ തിരയണ്ട, അവള് പിന്നാമ്പുറത്തുണ്ട്, ഒരു ചെറിയ പണിയിലാണ്. അതെന്താ, ഞാൻ ആരെ തിരയുന്നു എന്നാ അമ്മ പറയുന്നേ? ഇവിടെ ജോലി ചെയ്യാൻ വേറെ ആരും ഇല്ലേ? അല്ല, നിന്റെ ഭാര്യയ്ക്ക് എന്താ ജോലി ചെയ്യാൻ പാടില്ലേ എന്ന് കമൽ തിരിച്ചു ചോദിക്കുമ്പോൾ, എന്റെ ഭാര്യയോ, ഞാൻ ഭാര്യയായൊന്നും അവളെ അംഗീകരിച്ചിട്ടില്ല. ആ, അതെനിക്ക് മനസ്സിലായി, നീ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾക്ക് ചായയും കൊടുത്ത് കമല പോകുന്നുണ്ട് കേട്ടോ. കമലയ്ക്കും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ, തന്റെ മകന്റെ മാറ്റത്തിന് പിന്നിലുള്ള രഹസ്യങ്ങള്. അവൾ വന്നതോടെ അയാൾ പുറത്തുപോയി ബഹളമുണ്ടാക്കലൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വേദിയെ കണ്ടതും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടെ ഇങ്ങനെ പണി ചെയ്യാതെ പോ, നിന്റെ വീട്ടിൽ പോന്നിങ്ങനെ അയാൾ പറയുമ്പോൾ, എന്നോട് ഇത് തന്നെ നിങ്ങൾക്ക് പറയാനുള്ളൂ, വീട്ടിൽ പോന്ന്? ഞാൻ വീട്ടിൽ പോകും, പക്ഷെ നമ്മൾ ഒരുമിച്ചല്ലാതെ ഞാൻ തനിയെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് വേദ പറയുന്നുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു വേതാളെന്ന് പറഞ്ഞ് പിറുവിറുത്തുകൊണ്ട് വിക്രം അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കൂട്ടുകാരുമൊത്ത് വിക്രം പോകുന്ന സമയത്ത് കൂട്ടുകാർ പറയും, എടാ എനിക്കിന്ന് ഷോപ്പിങ്ങിന് പോണം. ഷോപ്പിങ്ങിനോ, എന്തിനാണെന്ന് വിക്രം ചോദിക്കുമ്പോൾ, ഭാര്യയ്ക്ക് സാരി വാങ്ങാനാണെന്ന് പറയാണ് അയാൾ. ഭാര്യയ്ക്ക് സാരിയോ? എന്താടാ, നീ ഒരു ഭാര്യ സ്നേഹി ആയോന്ന് വിക്രം ചോദിക്കുമ്പോൾ, എടാ, ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. എൻ്റെ ഈ ഗുണ്ടായസമൊക്കെ ഉണ്ടെങ്കിലും എനിക്കെൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ജീവനാണെന്ന് നിനക്കറിയാലോ. പെണ്ണ് കെട്ടണം, എന്നാലേ അത് മനസ്സിലാകുന്നൊക്കെ അയാൾ തിരിച്ചു പറയുന്നുണ്ട്. പെണ്ണ് കെട്ടിയിട്ടും അംഗീകരിക്കാത്ത നിന്നോടാണ് താനിത് പറയുന്നത്. എന്നാ കൂട്ടുകാരൻ വിക്രമിനോട് കളിയാക്കി പറയാണ്, നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവൾ നിന്റെ വീട്ടിൽ കയറിക്കൂടിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. ഒരു സാരിയോ, അല്ല പോട്ടെ, ഒരു മിഠായിയെങ്കിലും നീ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തോ? അവൾ ഇടുന്ന ഡ്രസ്സ് പോലും അവൾക്ക് അവളുടെ വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്തതാണ്. നീ എന്താടാ വാങ്ങിച്ചു കൊടുത്തത്? ഒരു മഞ്ഞച്ചരടുത്ത് കെട്ടിയാൽ എല്ലാമായി. പിന്നെ അവൾ അവന്റെ സംരക്ഷണത്തിലാണ് കഴിയേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് വിക്രമിന്റെ മനസ്സാകെ അസ്വസ്ഥമാകുന്നു. ശരിയാണ്, വേദ കുറെ നാളായി തന്റെ വീട്ടിൽ തന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. ഒരു ഭാര്യയുടെ സ്ഥാനം ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ലെങ്കിലും അവൾക്ക് കൊടുക്കാൻ ഒരു സാരിയോ ഒന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഭാര്യ ആകണം എന്നില്ലല്ലോ. ചില ദിവസങ്ങൾ ശ്രീജ ചേച്ചിക്ക് ഞാൻ സാരിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്, നന്ദിനി ചേച്ചിക്കും അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേദയ്ക്കും കൊടുത്താൽ എന്താന്ന് അയാൾ ചിന്തിക്കുകയാണ്. അങ്ങനെ വിക്രം കൂട്ടുകാരനൊപ്പം സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മജന്ത കളർ സാരി വിക്രം എടുക്കുകയാണ്. വേദ സാരിയൊക്കെ കൊടുത്ത് തന്റെ മുന്നിൽ വന്ന് നിന്നിട്ട്, അപ്പോൾ ഈ വിക്രമാദിത്യന് നല്ല സെലക്ഷൻ ഉണ്ടല്ലേ. വാളെടുക്കാനും തല്ലാനും മാത്രമേ ഇയാൾക്ക് അറിയൂന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ സാരി സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ വേദ പറയുന്നതൊക്കെ കാണുകയാണ് സ്വപ്നം. വിക്രം ഒന്ന് വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ കയ്യിൽ വേറെ കവറ് കാണുന്ന വേദ ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇന്നാന്ന് പറഞ്ഞ ആ കവർ അവൾക്ക് നേരെ നീട്ടുകയാണ്. വേദ അത് തുറന്നു നോക്കുകയാണ്. നല്ല സാരി കണ്ട് അവളുടെ മുഖം വിടരുകയാണ്. ഇതാർക്ക് വാങ്ങിയതാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നാട്ടുകാർക്ക് സാരി വാങ്ങി കൊടുക്കാൻ നിൽക്കുകയല്ലേ, നിനക്ക് വാങ്ങിയത് തന്നെയെന്ന് അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞ് തിരികെ കൊടുത്തെങ്കിലും മര്യാദയ്ക്ക് സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ വേദ അത് സ്വീകരിക്കുകയാണ്. പിന്നീട് ആ സാരി ഉടുത്തു വരുന്ന വേദയെ ഇമ വെട്ടാതെ തന്നെ വിക്രം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവർ രണ്ടുപേരും കിടക്കുകയാണ്. അവൻ കട്ടിലും അവൾ താഴെയുമായാണ് കിടക്കുന്നത്. അവൾ വിക്രമിനെയും വിക്രം അവളെയും മാറി മാറി നോക്കുന്നുണ്ട്. ആ സമയം വിക്രം ദേഷ്യത്തിന്റെ മൂടുപടം അവളെ കാണിക്കാൻ വേണ്ടി എടുത്തണിയുന്നുണ്ട്. എന്താടി നീ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് ഉണ്ടക്കണ്ണി? വേതാളം, പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക് എന്നിങ്ങനെയും പറയുന്നുണ്ട്. എനിക്ക് ഉറങ്ങണം, പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യാനും പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ നാടകമാണെന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യാണ്. ഈ നാടകം ഒരിക്കൽ ഞാൻ പൊളിച്ചെടുക്കും. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് തുറന്ന് സമ്മതിച്ചാൽ എന്താ? അത് നിങ്ങൾ തുറന്ന് സമ്മതിച്ചാലേ നമ്മൾക്ക് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകും. വിക്രമിന്റെ മനസ്സിൽ ആ സമയം വേദിയെ താലി കെട്ടിയത് ഉൾപ്പെടെയുള്ള ഓരോ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. രാധയാണെങ്കിൽ വിക്രമിനെ ഓർത്ത് കണ്ണീരോടെ കഴിയാണ്. രാധ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും രാധയെ വീട്ടുകാർ പിടിച്ച് കെട്ടിക്കുകയാണ് കേട്ടോ. രാധയ്ക്ക് മനസ്സിലായി, ഇനി വിക്രം ഒരിക്കലും തന്നെ മനസ്സ് ഏറ്റെടുക്കില്ല. വേദയെ വിട്ട് വിക്രമത്തിന് ഒരിക്കലും വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വീട്ടുകാർ നിർദ്ദേശിച്ച കല്യാണത്തിന് രാധ സമ്മതിക്കുന്നുണ്ട്. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും തരാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബൈ ബൈ.